പാല് കാച്ചുന്നെന്ന് വന്ന് കണ്ടപ്പം എനിക്കൊരു സ്വപ്നം പോലെ ഇത്രയും ചെറിയ പ്ലോട്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് വിചാരിച്ചാൽ എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും ഉണ്ട്. ഏത് പ്ലാൻ വെച്ചാലും അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഇംപ്രോപ്പർലി പ്ലാൻഡ് ആയിട്ടുള്ള ആവശ്യത്തിന് ലൈറ്റിങ്ങും വെന്റിലേഷനും എയർ മൂവ്മെൻറ്റും ഒന്നും ഇല്ലാത്തൊരു വീടാണെങ്കിൽ അതേ കോസ്റ്റ് തന്നെ ആവും. പക്ഷേ താമസിക്കുന്ന ആളുകളുടെ ഒരു ലോങ് ടേം ഈവൻ ഇൻക്ലൂഡിങ് ലൈഫ് സ്പാൻ അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി എല്ലാം ഡിഫറെൻ്റ് ആയി. പക്ഷേ ഡിസൈൻ വന്നപ്പം ഫ്രണ്ടിലും സ്ഥലമുണ്ട്, ബാക്കിലും സ്ഥലമുണ്ട്, അകത്തും സ്ഥലമുണ്ട്, എല്ലാം സുഖിച്ച് കിടക്കുന്നു. എന്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ നോക്കിയാ തിയേറ്ററിൽ ഇന്റർമിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ഈ ഗ്രിൽസ് ഇത്ര സ്ട്രോങ് ആയിട്ട് വെച്ചതെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. നമുക്കിപ്പം സെൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് ഗ്രില്ലേഴ്സ് ആയിട്ട് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. പക്ഷേ മനസ്സിലുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്ടറുണ്ട്, ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി അതുകൂടെ കിട്ടാനാണ് ഇത്ര സോളിഡ് ആയിട്ടുള്ള ഗ്രിൽസ് വെച്ചത്. ഇത് കൂടാതെ എല്ലാറും ഉണ്ട് 1200 കിലോമീറ്റർ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 27 പാരീസിൽ PBP ഉണ്ട്, പാരീസ് പ്ലസ് പാരീസ്. പിന്നെ നമുക്ക് സന്തോഷമില്ലേ മക്കൾ വീട് വെച്ച് കാണുന്നത്, സന്തോഷം. ദൈവാനുഗ്രഹം ഇങ്ങനെ ഒരു വീട് വെക്കാൻ കഴിഞ്ഞതും ഇങ്ങനെ ഒരു സ്പേസിൽ ഇരിക്കാൻ കഴിഞ്ഞതും ഒരുപാട് പേരുടെ സഹായമുണ്ട്. പിന്നെ ദൈവത്തിന് നന്ദി. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഡ്രീമുമായിട്ടാണ് വന്നത്. റിക്വയർമെൻ്റ് ഒരു വീടിൻ്റെ അല്ല, ഒരു സ്വപ്നമായിരുന്നു. അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ്. ഒരു നിയോ ക്ലാസിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മനോഹരമായ വീട് നിൽക്കുന്നത് 12 സെൻറ്റിൽ 4500 സ്ക്വയർ ഫീറ്റിലാണ്. ഡീർ ഹോംസിലെ ആർക്കിടെക്ചറൽ എഞ്ചിനീയർ ആയിട്ടുള്ള ദീപക്കും സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ടുള്ള വൈഫ് പാർവതിയും ചേർന്നാണ് ഈ വീടിൻ്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത്. കൊല്ലം പോലെ തിരക്കേറിയ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ വീട്ടിലെ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ ഘടകങ്ങൾ ഡിസൈന് വേണ്ടിയിട്ട് ഇവർ പരിഗണിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. നമ്മൾ ഈ ഡ്രീം ഹോംസ് കൊല്ലത്ത് തന്നെ ബേസ് ചെയ്തിട്ട് കൊല്ലം ബേസ്ഡ് ആണ്. ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് ആയിട്ട് നമ്മൾ 2000 സ്റ്റാർട്ട് ചെയ്തത്. 25 ഇയേഴ്സ് ആയിട്ട് നമ്മൾ പ്രോജക്ട്സ് പലതും കൊല്ലം ബേസ്ഡ് തന്നെയായിട്ടാണ് കൂടുതൽ. ഒരു ടൗണിൻ്റെ എല്ലാ തിരക്കും വാഹനങ്ങളുടെ ശബ്ദവും ചുറ്റും ഒരുപാട് ബിൽഡിങ്സും വീടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. പക്ഷേ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു തിരക്കും അനുഭവപ്പെടാത്ത രീതിയിലുള്ളൊരു ലോകമാണ് ഇവിടെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട് ഡിസൈൻ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്തിൻ്റെ നടുക്ക് എങ്ങനെ നല്ലൊരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പുറത്ത് നോർത്ത് സൈഡിലും ഈ സൈഡിലും മാക്സിമം സ്പേസ് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കിയാണ് അദ്ദേഹം ഇതൊക്കെ പ്ലാൻ ചെയ്തത്. വീടിൻ്റെ നിയോ ക്ലാസിക്കൽ ശൈലി നമുക്ക് ബൗണ്ടറി വാൾ മുതലേ കണ്ടു തുടങ്ങാൻ സാധിക്കും. പ്രൈവസിയെ മുൻനിർത്തി ബൗണ്ടറി വാൾ എല്ലാം 7 അടിക്ക് മുകളിലാണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബൗണ്ടറി വാളിന്റെ ഒരു സൈഡിൽ ബാംബു പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഹൈറ്റ് പിന്നെയും റൈസ് ചെയ്തിട്ടുണ്ട്. HPL ഷീറ്റ് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്ന ഈ സ്ലൈഡിംഗ് ഗേറ്റ് ഓട്ടോമേറ്റഡ് ആണ്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ സ്ട്രിപ്പും ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്. വീടിന്റെ 2 സൈഡിലും ഗ്രീൻ സ്പേസ് നമുക്ക് കാണാം. അതിലെ ഒരു സൈഡിൽ കൊടുത്തേക്കുന്ന ഗ്രീൻ സ്പേസ് കാർ പോർച്ചുമായിട്ട് ബ്ലെൻഡ് ചെയ്താണ് പോയിരിക്കുന്നത്. കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചറിലാണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് വന്നിട്ട് സോളിഡ് വാളിൽ ഒരു ടെക്സ്ചർ ഫിനിഷ് പോലത്തെ ഒരു ഫ്രെയിമിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ച് മാത്രം ഐസൊലേറ്റായി എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് മുന്നിലായിട്ട് ഗ്രീൻ കളറിലുള്ള നല്ല തിക്ക് വെജിറ്റേഷനും ഒക്കെ കാണാം. കാർ പോർച്ചിൻ്റെ തന്നെ വീടിനോട് ചേർന്ന ഭാഗം സ്റ്റീൽ സ്ട്രക്ചർ കാണുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് വീടിന്റെ വിസിബിലിറ്റിക്ക് ഒരു ബ്ലോക്ക് ഒന്നും വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫിനിഷുള്ള PVC പാനലിംഗ് കൊണ്ടാണ്. കിണറിന് ചുറ്റുമുള്ള ഭാഗം ടെർമിനാലിയ ട്രീസും പ്ലാന്റ്സും സീറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിന്റെ ഭിത്തിയിൽ നിന്ന് കുറച്ചും കൂടി വെളിയിലോട്ട് മാറിയാണ് ഈ പില്ലർ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. വീടിന് കുറച്ചും കൂടി ബ്രോഡർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ആണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഈ സൈഡിലുള്ള സെറ്റ് ബാക്ക് ഏരിയ ഗ്രാസ് പേവറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള പെയിന്റ് ആണ് ബൗണ്ടറി വാളിനും വീടിന്റെ ഭിത്തിക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശാലതയുള്ള ഒരു സ്പേസ് ആയിട്ട് ഈ ഭാഗം തോന്നിക്കുകയും ചെയ്യും. ഒരു സൈഡ് വന്നിട്ട് ഒരു ഫൗണ്ടൻ കൊടുത്തിട്ട് ഫൗണ്ടൻ കൊടുക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ കിട്ടുന്ന ഓപ്പൺ സ്പേസ്
മാക്സിമം എൻഹാൻസ് ചെയ്യാന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു തിങ്കിങ്. വാട്ടർ വെച്ചിട്ട് നമുക്ക് കുളിയും നടക്കും. പിന്നെ അഡീഷൻ ടു ഈ ഈ സൗണ്ടിൻ്റെ പ്രത്യേകത വൈകുന്നേരം 7 o'clock ആയിക്കഴിഞ്ഞു ഏരിയ ഫുൾ സൈലൻ്റ് ആയി. ആ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ശരിക്കും ഒരു കാട്ടരുവിയുടെ സൈഡിൽ ഇരിക്കുന്നത് ഒരു സൗണ്ടും ആ ഒരു ആംബിയൻസും കൂടെ നക്ഷത്ര ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തെല്ലാം ടാപ്പാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഈ വീട്ടിലെ വിൻഡോസ് കൂടുതലും തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെ ഓഫീസ് ഉള്ളത് കൊണ്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റീൽ സ്ട്രക്ചറാണ് ആ കാണുന്നത്. അതിൽ കുറച്ച് ക്രീപ്പേഴ്സും പടർത്തിയിട്ടുണ്ട്. ആന്റിക് ബ്രാസ് ഫിനിഷ് സ്റ്റൈലിലുള്ള എക്സ്റ്റീരിയർ വാൾ ലൈറ്റ്സ് ആണ് വീടിന് ചുറ്റും കൊടുത്തിരിക്കുന്നത്. എൻട്രി ഏരിയ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ്നെസ് ഉള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു വലിയ റൂമിന്റെ സൈസ് തന്നെ ഇവിടുത്തെ സിറ്റ് ഔട്ടിന് കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിലൊക്കെ ഒരുപാട് ഗ്രീൻ ഏരിയ ഉൾപ്പെടുത്തിയതുപോലെ തന്നെ സിറ്റ് ഔട്ടിന്റെ ഒരു സൈഡിലായാലും വലിയൊരു പ്ലാന്റർ ബോക്സ് ഒക്കെ കൊടുത്ത് ഗ്രീൻ സ്പേസ് സിറ്റ് ഔട്ടിലോട്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പോഷ് ഫിനിഷിലുള്ള ഈ ടൈല് സിംബോളയുടെ 8x4 സൈസിലുള്ള ടൈലാണ്. ഇതിനൊരു ഇറ്റാലിയൻ മാർബിളിന്റെ ഭംഗിയുണ്ട് കാണാൻ. തേക്കിൻ തടിയിൽ തീർത്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു എൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സീറ്റിംഗ് സ്പേസ് ഒരു ഷൂറാക്കി ആയിട്ടും കൂടി ആക്ട് ചെയ്യുന്നു. ഒരു സെൻസ് ഓഫ് മാഗ്നിഫിസൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡോറും വിൻഡോയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് മെയിൻ ഡോറിനുള്ളത്. ഗോൾഡൻ കളറിലുള്ള PVD മെറ്റൽ സ്ട്രിപ്സും ഗ്രാബ് ഹാൻഡിലും കൊടുത്ത് ഡോർ വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആക്കിയിട്ടുണ്ട്. ഒരു സെൻസേർഡ് ലോക്ക് ആണ് ഈ ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഒരു ഓപ്പൺ പ്ലാൻ ഡിസൈനിലാണ് നമ്മളിത് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്തത്. ബെഡ്റൂംസ് വെച്ച് ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ഓപ്പൺ സ്പേസ്. ഒരു ഗസ്റ്റ് ഏരിയയുടെ പ്രൈവസി, ഡയറക്റ്റ് ഒരു വ്യൂ ഇല്ല, ഡൈനിങ്ങിനും ഇല്ല, ഫാമിലി ജസ്റ്റ് ആ ഒരു ക്രോക്കറി ഏരിയ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ ഇത് ഫുൾ ഓപ്പൺ ആണ്. ഒരു പാസേജ് ഇതിന്റെ സൈഡിലോട്ടാണ് ഓരോ സ്പേസ് എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പാസേജിന്റെ സൈഡിൽ ഫോൾ സീലിംഗ് ചെയ്തിട്ട് അതിൽ സ്ട്രിപ്പ് ലൈറ്റ് പോയതാണ്. അതെ, സെൻട്രലൈസ് എ സി ആണ്. മാക്സിമം ലൈറ്റ് കയറാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഏരിയയിലുണ്ട്. മാത്രമല്ല ഇവിടെ തന്നെ കോർട്ട്യാർഡ് വരുന്നുണ്ട്. കോർട്ട്യാർഡ് ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഡബിൾ ഹൈറ്റ് കൂടെ കൊടുത്തതുകൊണ്ട് സെൻസ് ഓഫ് വോളിയം ഒരുപാട് ഫീൽ ചെയ്യാൻ പറ്റും. ഗോൾഡിന്റെ എലമെന്റ്സ് കുറെ എടുത്ത് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്ന ഡോർ ഹിഞ്ചസും ഇത് അടക്കം എല്ലാം ബ്രാസ് ഫിനിഷ്. അതുപോലെ ഈ കൗച്ചൊക്കെ നോക്കുവാണെങ്കിലും സോഫയൊക്കെ നോക്കും, ഇതിനകത്തൊക്കെ ആയാലും ഒരു ഗോൾഡിന്റെ ഇങ്ങനത്തെ ഒരു ഇത് മാത്രം ഇച്ചിരി കോൺട്രാസ്റ്റ് ചെയ്യുന്ന കളേഴ്സ്. ഗോൾഡിന് നമ്മളൊരു റിച്ച്നെസ് പ്രീമിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ എലമെന്റ്സ് ആഡ് ചെയ്തത്. ത്രൂ ഔട്ട് ഈ ഒരു ടൈൽ തന്നെ പോയേക്കുന്നത്. ഇതൊരു ഭയങ്കര 8x4 ഇത്രയും സ്പേസ് ഉള്ളത്. ഫ്ലോറിൽ ഞാൻ കോൺട്രാസ്റ്റ് ചെയ്തില്ല. ഈ ടെക്സ്ചർ പെയിന്റ് ഈ വാള് ഇത് ത്രൂ ഔട്ട് പോയേക്കുന്നതും ഭയങ്കര രസമായിട്ടുണ്ട്. ഇതും ഈ ഫ്ലോറും തമ്മിലുള്ള ബ്ലെൻഡ് അതേ ഫിനിഷനാണ് ഈ കോളത്തിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ബേസ് കോട്ട് PVCയുടെ ഒരു ബേസ് കോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ചേർന്നിരിക്കുന്ന ഈ കോർട്ട്യാർഡ് ആയാലും അങ്ങനെ എടുത്തു കാണിക്കുന്നില്ല. ദീപക് പറഞ്ഞ പോലെ തന്നെ ഫോർമൽ ലിവിംഗിൽ മാത്രമേ ഉള്ളൂ അതൊന്ന് കോപ്പി ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതെ, ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ഇത് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. അതിന്റെ മുകളിൽ പരഗോള വിത്ത് നിങ്ങൾ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ്. ഇതിന്റെ ഒരു സൈഡ് വന്നിട്ട് ത്രൂട്ട് നല്ല ഫുൾ ഹൈറ്റിൽ തന്നെ കുറവായതുകൊണ്ട് നമ്മളിവിടെ വലിയ വിൻഡോസ് കൊടുത്ത് മാക്സിമം ലൈറ്റിംഗ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇത് വന്നിട്ട് സ്ലൈഡിംഗ് UPVC ആണോ? സ്ലൈഡിംഗ് UPVC അത് വുഡ് ഫിനിഷ്. വളരെ സീ ത്രൂ ആണ്. അതും ആ ഒരു ഹൈറ്റേ ഉള്ളതുകൊണ്ട് ഇവിടോട്ടുള്ള വിഷൻ ബ്ലോക്ക് ആവുന്നില്ല. കാരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് ആണ്. അത് നമ്മൾ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ക്ലാഡ് ചെയ്തിട്ടാണ്. ഇത് ക്ലാഡിംഗ് ആണ്. നാച്ചുറൽ സ്റ്റോൺ ആണ്, പക്ഷേ നാച്ചുറൽ സ്റ്റോണിന്റെ ടൈലാണ്. ആവശ്യമില്ലാത്ത വാൾ ഹാങ്ങിങ്സ് ഒന്നുമില്ല അല്ലേ? അപ്പൊ ഈ ഒരു ഏരിയയിലോട്ടും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ട്രാക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടാണ്. അപ്പൊ ഇതും സോളിഡ് ആണോ അതോ? ഇത് സോളിഡ് വുഡ് ആണ് ആക്ച്വലി, പക്ഷേ ഫ്ലഷ് ഡോറിന്റെ ഡിസൈനിലാണ്. ഇവിടുത്തെ മദറിന്റെ റൂമാണ്. അതെ, മദറിന്റെ റൂമാണ്. അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലിരിക്കുന്ന വ്യൂ ഡയറക്റ്റ് ഗേറ്റും ഇറങ്ങി പോവാനും വരാനും വരുന്നവരെ കാണാനും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിലോട്ടൊക്കെ ആണെങ്കിൽ കഴിഞ്ഞാൽ അവര് ലോൺലി ആയി, പിന്നെ അവിടെ ആരും പോകത്തില്ലല്ലോ. ഇതാകുമ്പോൾ ഡ്രോയിങ് റൂമിൽ വരുന്ന ആളുകളും ആരാ വരുന്നത് അനക്കമൊക്കെ കേട്ട് ഏകദേശം എന്ത് വരുമായിരിക്കും? ഇതൊരു 14 ബെഡ്. ലിവിംഗിൽ കണ്ട ഫ്ലോറിംഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടോട്ട് വരുമ്പോൾ ബെഡ്റൂംസിലെല്ലാം വെൽസ്പണിന്റെ വുഡൻ ഫിനിഷ് ഉള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ പോളിമർ മെറ്റീരിയലാണ്, അതുകൊണ്ട് ഈ ഫംഗസ് ഒന്നും വരില്ല. ടെമ്പറേച്ചർ ആയാലും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഓവർ തണുപ്പൊന്നും വരുത്തൊന്നുമില്ല. ഇപ്പം ആരെങ്കിലും ഒക്കെ ഇവിടുത്തെ അമ്മയെ കാണാൻ വരുന്നവർക്ക്
ഇരിക്കാനൊരു കൗച്ചും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സിംഗ് ഏരിയ പ്ലസ് വാക്ക് ഇൻ വാർഡ്രോബ് പോലെ വാക്ക് ഇൻ വാർഡ്രോബ് ആണ്. അത് സെൻസർ ഉള്ളതാണ്. ഇവിടുത്തെ ലൈറ്റ് എല്ലാം സെൻസർ ആണ്. ഡ്രസ്സിംഗ് ഏരിയസിലെല്ലാം സെൻസേഴ്സ് ഉള്ളതാണ്. ഫുൾ ഹൈറ്റ് വാർഡ്രോബ് ആണ്. വാക്ക് ഇൻ വാർഡ്രോബ് ആണ്. മെറ്റീരിയൽ അക്രിലിക് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനകത്തായാലും സെൻസർ ലൈറ്റ് ആണ്. ഒരു ഫുൾ സൈസ് മിറർ തന്നെയാണ് കൊടുത്തത്. റൂമിന്റെ ഒരു സ്പേസ് കുറച്ചുകൂടെ ഫീൽ ചെയ്യാൻ. അതെ അതെ, ഫുൾ വിഡ്ത്തും എടുത്തിട്ടുണ്ട്. ഫുൾ വിഡ്ത്ത് എടുത്ത് സ്പെഷ്യൽ ഫ്രെയിം ഒന്നും കൊടുത്തിട്ടില്ല. റൂമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ ഫീലിംഗ്. ഇത് ആക്ച്വലി ഒരു നോർമൽ സൈസ് ടോയ്ലറ്റ് ആണ്. പക്ഷെ ഇതിനെ സ്പേഷ്യസ്നെസ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇത് നമ്മള് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റിന്റെ വെളിയിലോട്ട് നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ മാത്രം പ്രൊജക്ട് ചെയ്ത്. അപ്പൊ വലിയ ടോയ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് സ്പേസ് മാക്സിമം കിട്ടും. അതെ, മറ്റേതാണെങ്കിൽ ഇതിങ്ങനെ തള്ളി നിൽക്കും. അപ്പൊ ക്രാൻഡ് ആവും. അപ്പൊ ഇതിന് നമ്മൾ ആ ലൈനിൽ നമ്മൾ ഫോളോ ചെയ്ത ഒരുപാട് വലിയൊരു ടോയ്ലറ്റ് ആയിപ്പോ അത്രയും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് എപ്പോഴും അടുത്ത് ഹോൾഡ് ചെയ്യാനൊരു വാൾ ഉണ്ടെങ്കിൽ കൺവീനിയന്റ് ആയിരിക്കും. ഒരുപാട് ഓപ്പൺ ആയിട്ട് ഇടാനും പറ്റില്ല. ഒരുപാട് പാറ്റേൺസ് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്പേസ് തോന്നിക്കുന്നുണ്ട് അല്ലെ? ഒറ്റ കളർ സിമെന്റ് ഫിനിഷ് ടെക്സ്ചർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു സ്ട്രിപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ. ഒരു ടേബിൾ ടോപ്പ് സ്റ്റൈലിലുള്ള ഒരു വാഷ് കൗണ്ടർ ആണ്. ഇത് ടൈല് തന്നെയാണ്. കിച്ചൺ ടൈൽസ് ആണ്. ബെഡിന്റെ ഹെഡ് ബോർഡിന്റെ ഭാഗം വന്നിട്ട് കുഷൻ ചെയ്തിരിക്കുന്നു. അതിന്റെ ബാക്കി ഭാഗം എല്ലാം ഫ്ലൂട്ടഡ് പാനൽസ് നമുക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെ HPL ഷീറ്റിന്റെ ഒരു ബോർഡറും പോയിട്ടുണ്ട്. ഈ ഫ്ലൂട്ടഡ് പാനൽസിന്റെ അതേ ഒരു ഭാഗം സീലിംഗിലോട്ട് കണ്ടിന്യൂ ചെയ്തൊരു വുഡൻ ഫിനിഷ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ഈ സൈഡിലെ ഭിത്തിക്കൊക്കെ വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. TV കൺസോൾ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളും കാണാം. ക്വീൻ സൈസിലുള്ള ഈ ബെഡിന്റെ ഹെഡ് ബോർഡിൽ കൊടുത്തിരിക്കുന്ന അതേ ഫിനിഷ് തന്നെ ഒരു സോഫ്റ്റ് കുഷൻ ഫിനിഷനാണ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഈ ബെഡിന്റെ താഴത്തായിട്ട് സ്റ്റോറേജ് സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു പ്രീമിയം വാൾ ഹാങ്ങിങ് നമുക്ക് കാണാം. ഒരു അറബിക് റൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രയർ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അബ്ലൂഷൻ സൗകര്യങ്ങളും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള പ്രയർ സ്പേസ് ആണിത്. ഈ പ്രയർ റൂമും ലിവിങ്ങും എല്ലാം തന്നെ മൊത്തത്തിൽ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ബീജ് കളറിലാണ് പോയിരിക്കുന്നത്. അതിനോട് ചേരുന്ന രീതിയിൽ തന്നെയുള്ള ലൈറ്റിംഗും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടുത്തെ ഫാമിലി സ്പേസ് ആണ്. ഈ ഒരു ഭാഗം തന്നെയാണ് അവർ TV കാണാനും ഉപയോഗിക്കുന്നത്. കുറച്ചധികം പേർക്ക് ഇരുന്ന് സമയം ചെലവഴിക്കാൻ പാകത്തിനാണ് ഇവിടുത്തെ കൗച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൗച്ച് കിടക്കുന്നതിന്റെ അതേ ഭിത്തിക്ക് തന്നെ ഒരു ലാമിനേറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് സ്ട്രിപ്പ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തത് മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ലൈറ്റ് വെറും ഒരു ഷാൻലിയർ മാത്രമല്ല, ഇതൊരു ഫാനും കൂടെ ആണ്. അത് രണ്ടും കൂടെ കമ്പൈൻഡ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. TV കൺസോളിന്റെ ബാക്ക് സൈഡിലായിട്ട് വുഡൻ ഫിനിഷുള്ള ചാർക്കോൾ പാനലാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികളുടെയും ഗൃഹനാഥന്റെ ഒക്കെ അവാർഡ്സ് ഒക്കെ വെച്ചേക്കുന്ന ഒരു സ്റ്റോറേജ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൂടുതലും ഒരു ഗോൾഡ് ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഹാൻഡ് റെയിലും അല്ലെങ്കിൽ ക്രോക്കറി ഷെൽഫും ഒക്കെ പോകുമ്പം കാണാൻ സാധിക്കും. അതൊക്കെ അതിലോട്ടൊക്കെ നമുക്ക് വരാം. ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു പാഷ്യോ സ്പേസ് ആണിത്. പ്രോപ്പറായിട്ട് ഇവിടുത്തെ സെറ്റ് ബാക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പാഷ്യോ സ്പേസ്. ഇവിടെ ഒരു സ്വിങ് ഇട്ടേക്കുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ ഒരു സ്ട്രക്ചർ ഇവർ സ്റ്റീലിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് വെയിൽ കയറാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏരിയ ഒക്കെ HPL ഷീറ്റ് കൊണ്ട് മറിച്ചിട്ടുണ്ട്. തുറന്നു കിടക്കുന്ന ആ ഗ്ലാസ് ഇട്ട ഭാഗത്ത് മഴവെള്ളമൊക്കെ വീണ് കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ വീട്ടിലെ യൂട്ടിലിറ്റി സ്പേസും കിച്ചൺ ഗാർഡനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ഫ്രൂട്ട് ട്രീസും വെജിറ്റബിൾസും മുളകും ഒക്കെ നട്ടിട്ടുണ്ട്. വീടിനകം ഡിസൈൻ ചെയ്യാൻ കൊടുത്തേക്കുന്ന പ്രാധാന്യം പോലെ തന്നെയാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിക്കാൻ ഇവർക്ക് സാധിച്ചത്. ഗോബിൾ സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ ഫ്ലോറിംഗ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നല്ല അതിന്റെ നടുക്കൂടെ ഒരു ടൈൽ ഇൻസേർട്ട് ചെയ്തേക്കാണ്. അപ്പൊ അതും പിന്നെ അതുപോലെ തന്നെ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ്. സീലിംഗ് ആക്ച്വലി ഫിലിം ആണ്. വുഡ് ഫിനിഷ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. മാച്ചിങ് ആയിട്ടുള്ള ഫാനാണ്. ഈ സൈഡിലെല്ലാം ബിഗർ വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസും ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ സാധാരണ കാണുന്ന ഒരു വാഷ് ബേസിനോ പൗഡർ റൂമോ ഒന്നും അല്ല, കുറച്ച് ഗ്രാൻഡ് ആണ്. അപ്പൊ അതിനൊരു ഗ്ലാസിന്റെ ഡോറൊക്കെ കൊടുത്ത് ഈ ഒരു വാളിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മള് ഈ ഒരു ഡോറോടെ ഫുൾ ഫ്ലോർ ടു റൂഫ് ഹൈറ്റ് ഉള്ള ഒറ്റ ടൈലാണിത്. 9 ഫീറ്റ് ഹൈറ്റ് ഉള്ള സിംബോളോടെ ഒരു ടൈലാണ്.
ഒട്ടിച്ച് വെച്ചു. അത് ജോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അല്ല ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് കറക്റ്റ്. ആ ഒരു ഒറ്റ റിഫ്ലക്ഷൻ എല്ലായിടത്തും ത്രൂ ഔട്ട് കട്ട്സ് ഒന്നും ഇല്ലാത്ത ചെയ്തേക്കുന്നതിന്റെ ഒരു ഇതുകൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഡെക്കോസ് ഒക്കെ വെച്ച് ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ടേബിൾ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിനും കൗണ്ടറും വാഷ് ബേസിനും കൗണ്ടറുമാണ്. ബേസിന് അതുപോലെ ടോട്ടോടെയാണ് നമ്മൾ മൊത്തം യൂസ് സാനിറ്ററി ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സ്പേസ് ആയിട്ട് അതെ അതെ, നമുക്കൊരു മിനിമൽ ആയിട്ടുള്ള ഒരു പൗഡർ റൂം മാത്രം. ഇവിടെ ഒരു നീറ്റ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിംബോളോടെ തന്നെ ടൈലാണോ അതെ അതെ, നമ്മൾ ഈ വീട്ടിൽ മൊത്തം ഉപയോഗിച്ചിരിക്കുന്ന സിംബോൾ വലിയ പീസായിട്ട്. ഇത് പിന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് ചെയ്തേക്കുന്നതാണെന്നു. പിന്നെ ഇത് കുറച്ച് മോട്ടീഫ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ഡൈനിങ്ങിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയ ക്രോക്കറി ഷെൽഫ്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റൂമിന്റെ ഒരു ഡെക്കോറിനെ ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇത്രയും വലിയ റൂമിന് അതിന് സ്കെയിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തതാണ്. അതുപോലെ ആ ഗോൾഡൻ എലമെന്റ് ഇങ്ങനെ ചുറ്റും പോയേക്കുന്നോണ്ട് ആ ഒരു ലക്ഷറി ഫീല് അത് കൊടുക്കാനായിട്ട് നമ്മൾ ലിവിംഗ് റൂം, ഡ്രോയിങ് റൂം മുതൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഗോൾഡൻ എലമെന്റ് ആണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ഈ ഒരു സെയിം ഇതിന്റെ ഹാൻഡിൽസ് ആണ് അതെ ഗോൾഡ് ഫിനിഷ് ഉള്ള ഹാൻഡിൽസ് ആണ്. എല്ലാ റൂംസും ഡ്രോയിങ് റൂമിൽ നിന്നും ഈവൻ ഫാമിലി റൂമിൽ നിന്നും പോലും അത്യാവശ്യം ഡയറക്റ്റ് ഓപ്പണിംഗ് ഇല്ല. ഒരു കോർണറിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഡോർസ് എല്ലാം നമ്മൾ സോളിഡ് വുഡ് തന്നെ, ടീക്ക് വുഡ് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് പിന്നെ ഫിനിഷ് കൊടുത്തത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. ഇത് വലിയ ബെഡാണ്, കിങ് സൈസ് ബെഡാണ്. അതിന്റെ ഒരു ഹെഡ് ബോർഡും ബാക്ക് പാനലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെസ്റ്റർഫീൽഡ് ഡിസൈൻ ആണ് ഇതിന്റെ ഒരു ഹെഡ് സ്പേസിൽ ചെയ്തിട്ടുള്ളത്. അതൊരു ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ബെഞ്ച് കുഷ്യൻ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ TV യൂണിറ്റും ഈ ഒരു ഏരിയ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. TV കൺസോളും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമുക്ക് ഫ്ലൂട്ടഡ് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു മസാജ് ചെയറും ഉണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ഈ ഒരു ഗോൾഡൻ എലമെന്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോയിരിക്കുന്നത് കാണാം. അവിടെയാണെങ്കിലും ബെഡിന്റെ ഹെഡ് സ്പേസിൽ നമുക്കൊരു വുഡിന്റെ എലമെന്റ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. ടീക്ക് വുഡിന്റെ പാനലാണ്. ആർട്ടിഫിഷ്യൽ ലെതർ. അത് ആർട്ടിഫിഷ്യൽ ലെതർ ആണ്. ഇത് സ്റ്റോൺ വെനിയർ ആണ്. അത് HPL ഷീറ്റ് ആണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ മൂന്നിന്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഹെഡ് സ്പേസ് ചെയ്തിട്ടുള്ളത്. ഓഫീസ് സ്പേസ് പോലെ ഒരു ചെറിയൊരു റൈറ്റിംഗ് ടേബിളും ഒക്കെ. ഇതൊരു വാക്ക്-ഇൻ വാർഡ്രോബും ടോയ്ലറ്റും ആണ്. ഓക്കെ, വാക്ക്-ഇൻ വാർഡ്രോബും ഇതെല്ലാം ഒരു ഡോറിനുള്ളിൽ അങ്ങനെ സെപ്പറേറ്റ് ആണ്. പിന്നെ ഇവിടെ ബെഡിന്റെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ലാമിനേറ്റ് തന്നെയാണ്. ക്രോക്കറി യൂണിറ്റിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഡോർ കാണാം. അപ്പൊ അത് ബെഡ്റൂം ആണോ കിച്ചൺ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്താണ് കിച്ചൺ? അപ്പൊ കിച്ചൺ ആണ്. കിച്ചൺ എന്തുകൊണ്ട് ഓപ്പൺ കിച്ചൺ ആയിട്ട്? ഇപ്പൊ നമ്മൾ മിക്കപ്പോഴും അങ്ങനെയാണല്ലോ കാണുന്നത്. ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. പിന്നെ അവർ ഒരുപാട് കുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തില്ല. അതുകൊണ്ട് ഓപ്പൺ കിച്ചൺ വേണ്ട. ഡോർ തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ഒരു ഓപ്പൺ കിച്ചണിൽ കാണുന്നത് എന്താണോ അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ചെയറൊക്കെ ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന ചെയറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് സിങ്ക് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെ തന്നെയാണ് ബിൽറ്റിൻ വാട്ടർ പ്യൂരിഫയർ. ഓക്കെ, ഇതിനടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് ഒക്കെ സ്റ്റോറേജ് ആണ്. ഇത് വലിയ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് കോണർ സ്റ്റോറേജ് ആണ്. ഓക്കെ ഓക്കെ. ഇതാകുമ്പോൾ കുറച്ച് സ്പേസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. സ്പേസ് യൂട്ടിലൈസേഷനും ആണ്. എന്നാൽ നീറ്റായിട്ട് ഇത് ഉള്ളിലേക്ക് പ്ലൈവുഡിൽ ബേജ് കളറിലാണ് ഇതിന്റെ ഒരു പോയിട്ടുള്ളത്. പിന്നെ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ കുറച്ച് ഏരിയ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ. ഇതൊക്കെ സ്റ്റോറേജ് തന്നെയല്ലേ? ലിറ്റഡ് ആണ്. അപ്പൊ ഈ സ്റ്റോറേജ് ഒക്കെ അതും നമുക്ക് യൂസ്ഫുൾ ആണ്. നമുക്ക് തപ്പി തരയൊന്നും വേണ്ടല്ലോ സ്പൂൺ. ഇവിടെ എന്താ ഇത് സ്ലാബില് ഹോട്ട് റോഡ്സ് എന്ന് പറയാം. നമ്മൾ ഈ ഫുഡൊക്കെ ഇറക്കി വെക്കാനായിട്ട് ചൂടുള്ള സാധനങ്ങളൊക്കെ നമ്മള് കിച്ചണിൽ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഈ കിച്ചണിൽ എല്ലാ സാധനങ്ങളും അവരുടെ റിക്വയർമെന്റ് ആയിരുന്നു. കാര്യം എല്ലാം ഇതുപോലെ തന്നെ വേണമായിരുന്നു. ടോപ്പില് നമുക്ക് ആ മാറ്റ് ഫിനിഷ് തരുന്ന ഒരു സിംബോളോയുടെ തന്നെ കിച്ചടെക് എന്ന് പറയുന്ന ടൈലാണ്.
ഇത് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഈ സെയിം മെറ്റീരിയൽ തന്നെ കാണിച്ചിട്ടുണ്ട് സിംബോളോടെ. ഇതിന്റെ പ്രത്യേകത ഇതിൽ സ്റ്റെയിൻ ഒന്നും അങ്ങനെ പിടിക്കത്തില്ല. സാധാരണ നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലെല്ലാം ചെയ്യുന്നത് ഭയങ്കര ഗ്ലോസി ആയിട്ട് ഈസി ക്ലീനിങ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മെറ്റീരിയലിന് ഈ കിച്ചൺ ഡെക്കിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഈസി ആയിട്ട് സ്റ്റെയിനൊക്കെ നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് കളയാനൊക്കെ പറ്റും. ഒരു ബിൽറ്റിൻ ഇൻഡക്ഷനും ബിൽറ്റിൻ ഹോബും കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു OTGയുടെ സ്പേസ് പിന്നെ റെഫ്രിജറേറ്ററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ മുകളിലേക്ക് സ്റ്റോറേജ് എല്ലാം ലോഫ്റ്റ് വേണം, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വേണമായിരുന്നു. അപ്പൊ നല്ല ഹൈറ്റിലാണെങ്കിലും അവിടെയും മുകളിലും കുറച്ചുകൂടെ മുകളിലായിട്ടും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലാസ് എന്തായിരിക്കാം പ്ലേറ്റ് ട്രേ ആണ്, പ്ലേറ്റ് ഡ്രെയിൻ ചെയ്യാൻ. ഇപ്പൊ പിന്നെ അതെല്ലാം യൂസ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ സെയിം മെറ്റീരിയൽ തന്നെ കിച്ചണിന്റെ മെറ്റീരിയൽ ടൈലാണ് ഇവിടെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് നമുക്ക് കണ്ടുവരുന്നത്. നല്ല അടിപൊളി ഒരു സ്റ്റോർ റൂം അല്ലെ, നല്ല നീറ്റ് ആയിട്ട് ചെയ്ത്. പുള്ളിക്കാരുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും. അപ്പൊ അതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഒന്നും പുറത്ത് കാണാതെ സ്റ്റോർ ചെയ്യാൻ ഒരു സ്പേസ് വേണം. അപ്പൊ അതൊക്കെ നല്ല നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വർക്കിംഗ് കിച്ചൺ ഓക്കെ വർക്കിംഗ് കിച്ചൺ അടിപൊളി വർക്കിംഗ് കിച്ചൺ. സെയിം ഫ്ലോറിംഗ് തന്നെയാണ് അവിടെ തന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്തേക്കുന്നത്. ഇപ്പം ആ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഒരു സിംഗിൾ പീസ് തന്നെ ടൈൽ ഇങ്ങനെ പോയിട്ടുണ്ട്. നല്ല അടിപൊളി ചെയർ പിന്നെ അതിന്റെ സെന്ററിലായിട്ട് തന്നെ പ്ലേസ് ചെയ്ത്. ഓക്കെ, ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇവിടെ വാഷിംഗ് മെഷീനും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നടക്കുകയാണെങ്കിലും പ്രൈവസി വളരെ അത്യാവശ്യമാണ്. അതുപോലുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു സ്പേസ്. അപ്പം ഇത് തുണി കഴുകാനായിട്ട് ഇവിടെ വെള്ളം പിടിച്ചിട്ട് ഇവിടെ കഴുകിയിട്ട് പിന്നെ അങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ടുള്ള രീതിയിൽ. അപ്പൊ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. അവരുടെ റിക്വയർമെന്റ് ആയിരുന്നു ഇങ്ങനെ എല്ലാം തന്നെ വേണം. പുള്ളിക്കാരിക്ക് എല്ലാം ഈ പഴയ കാര്യങ്ങളും വേണം. പുറത്ത് കുക്ക് ചെയ്യുന്നതാണെങ്കിലും പുറത്ത് കഴുകുന്നതാണെങ്കിലും എല്ലാം വേണമായിരുന്നു. സ്വിച്ചസ് എല്ലാം കണ്ടപ്പം ഇതെല്ലാം ബ്ലാക്ക് നോവ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഓട്ടോമേറ്റഡ് സ്വിച്ചസ്. ഇതെല്ലാം ഓരോ സീൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ലൈറ്റ് അല്ല, ഒരു സീരീസ് ഓഫ് ലൈറ്റ്സ് ആയിരിക്കും. വീട്ടിലല്ല എവിടെയാണെങ്കിലും വിദേശത്താണെങ്കിലും നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു എലമെന്റ് ആണ് ഈ ഒരു റെയിൽസ്. അതായത് ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഈ ഡൈനിങ് റൂമായിട്ട് ഒരു കണക്ട് ചെയ്താണ്. സ്റ്റെപ്പ് കയറുമ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിംഗ് ഉണ്ടാവും. സ്ട്രിപ്പ് ലൈറ്റിംഗ് നമുക്ക് രാത്രി ആകുമ്പോൾ നമുക്കത് സ്റ്റെപ്സ് മാത്രമായിട്ട് ഹൈലൈറ്റ് ആക്കാം. സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടൈല് സ്റ്റീൽ സ്ട്രക്ചറിന്റെ മുകളിൽ സ്റ്റൈൽ വെച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എത്ര 20 mm തിക്ക് ടൈൽ വെച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ സെയിം കളർ തന്നെ ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ തന്നെ. ഇതിനൊരു ടെക്സ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള മാച്ചിങ് ആണെന്ന് തോന്നുന്നു. അടിപൊളി സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് റെയിലാണ്. ഈ ഒരു ഗോൾഡൻ എലമെന്റ് ഇങ്ങനെ ഇത് സ്റ്റീലിൽ PVD കോട്ടഡ്. PVD കോട്ടഡ് ആണ് ചെയ്തത്. മുകളിലേക്ക് ഒക്കെ കൊടുത്ത് ഈ ഒരു ഡൈനിങ് സ്പേസിനെ കുറച്ചുകൂടെ അടിപൊളിയാക്കി. മുകളില് PVC സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്ലൈറ്റ്സ് കൊടുത്ത് സ്പോട്ട് ചെയ്ത് അങ്ങനെ പോയി. നമ്മളിപ്പോ അവിടെ റൈറ്റ് സൈഡിൽ കണ്ട സാധനം ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഈ ഒരു, അതായത് ഒരു ഓപ്പൺ സ്പേസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഓവർലുക്കിംഗ് കോർട്ടിയർ. ഇവിടെ ഈ ഒരു വ്യൂ തന്നെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡ്രോയിങ് റൂം എല്ലാം ക്ലിയർ ആയിട്ട് താമസിക്കുന്ന ആളുകൾ കണക്ട് ചെയ്യുന്ന സ്പേസ് ആയിട്ട് ഇത് വരും. ഈ സ്റ്റെയർ കയറി വരുന്ന ഏരിയയിൽ തന്നെ ഭയങ്കര മോട്ടിവേഷൻ പരിപാടി ക്ലയന്റ് ഒരു മാരത്തോൺ ആണ്. അതിന്റെ ആണോ താഴെ ഷെൽഫിൽ മെഡലൊക്കെ? മെഡൽ വെക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ഷെൽഫ് വേണ്ടി വരും. അത്രയും മെഡൽസ് കിട്ടുന്ന ആളാണ്. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ജിമ്മി ജിമ്മ് ഈ വീട്ടിലെ എസെൻഷ്യൽ പാർട്ടാണ്. ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ സൈക്കിൾ വരെ. ഇങ്ങനൊക്കെ മൊത്തത്തിൽ ആ ഒരു തീം വരെ ചെയ്തേക്കുന്ന അതായിട്ട് കാണാം. കറക്റ്റ് ഒരു ജിമ്മിലൊക്കെ പോകുന്നതിന്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടോട്ട് വരുമ്പോ ഫ്ലോർ ടൈൽ മറ്റേ കാർപ്പറ്റ് ടൈൽ പോലത്തെ കാർപ്പറ്റ് ഫ്ലോറിംഗ് ആണ്. ഇപ്പൊ കുറച്ച് ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലൊക്കെ ഫ്ലോറിംഗ് ആണ്. ഇവിടെ അത്യാവശ്യം എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടല്ലേ? അതെ, അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. ടിവിയും ട്രെഡ്മില്ലും ഫുൾ സെറ്റ് ആണ്. സ്പീക്കറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണക്ഷനും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ അല്ലേ? കുറെ ഉപയോഗിച്ചിട്ടുണ്ട്.
ആക്ച്വലി നമ്മൾ താഴത്തെ ആ ഒരു പാസേജിന്റെ പോലെ തന്നെ ഒരു സ്പേസ് അതേപോലെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം 3 ബെഡ്റൂം, ഒരു ജിമ്മ്, ഒരു ഹോം തിയേറ്റർ, ഇത്രയും ഫസ്റ്റ് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു കോറിഡോറുമായിട്ട് കണക്റ്റഡ് ആണ്. താഴെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ആക്ച്വലി ഗ്ലോസി ഫിനിഷ് ഉള്ള ടൈലാണ്. ഇത് മകളുടെ ബെഡ്റൂമാണ്. ഓക്കെ, ഭയങ്കര വൈറ്റ് തീമായിരുന്നു മകൾക്ക് താല്പര്യം, അതനുസരിച്ചാണ് ഡിസൈൻ ചെയ്തത്. ഈ ബെഡിൽ കാണുമ്പോഴേക്കായാലും ഒരു ടുലിപ്സിന്റെ ഒരു ഫ്ലവർ ഒക്കെ ഗേളിഷ് ആയിട്ടുള്ള ഗേളിഷ് ആയിട്ടുള്ള ഇത് എന്നാൽ ഓവറല്ല. അല്ലല്ല, ഈ ഫാബ്രിക് ഒക്കെ കൊള്ളാം കേട്ടോ. അതിന് ചേർന്ന ഒരു ചാർക്കോൾ പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഹാങ്ങിങ് ലൈറ്റ് ആയാലും ഒരു ഭയങ്കര ഒരു വിന്റേജ് ഫീൽ ഉള്ള നൈറ്റ് ഒക്കെ അത് മാത്രം വരുമ്പോൾ ഒരു പ്രത്യേക മൂഡ് കോൺട്രാസ്റ്റ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ്. ഇതും 14/12 ഉണ്ട്. പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാൽക്കണി സ്പേസ്. ഈ ഒരു ബെഡ്റൂമിനായിട്ടുള്ള ബാൽക്കണി അതേ സെയിം ബെഡ്റൂംസിൽ യൂസ് ചെയ്യുന്ന സെയിം ഫ്ലോറിംഗ്. അതേപോലെ തന്നെ ഇതിന് വന്നിരിക്കുന്ന സ്കേർട്ടിംഗ് ആയാലും നമ്മളെ പുറത്തൊക്കെ കാണുന്ന പോലെ അല്ലേ, ഒരു യൂറോപ്പിലൊക്കെ കാണുന്ന സ്കേർട്ടിംഗ്. അത് ഈ ഒരു സൈസിലാണോ വരുന്നത്? ഈ ഒരു സൈസിലാണ്. സ്റ്റോറേജ് ആയാലും ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓപ്പൺ ഷെൽഫാണ്. ഓപ്പൺ ഷെൽഫായിട്ട്, അതുകൊണ്ട് അതിനൊരു ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു സ്പേസ് ബുക്സ് ഷെൽഫായിട്ട് ഉപയോഗിക്കാൻ പല രീതിയിൽ യൂസ് ചെയ്യാം. ഇവിടെ കുറേ ക്യൂട്ട് എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡ് ഒരു വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ആയാലും നമ്മൾ താഴെ കണ്ട പോലത്തെ ഒരു ഗ്ലിറ്റർ ഫിനിഷ് ലാമിനേറ്റ് ആണ്. ഗ്ലിറ്റർ ഫിനിഷ് ലാമിനേറ്റ്, ഇത് രസമുണ്ട്. ഗ്ലിറ്റർ ഫിനിഷ് ലാമിനേറ്റ് കൊടുത്തേക്കുന്നത്. സ്റ്റോറേജും ഒക്കെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ ബെഡ്റൂമിന്റെ എക്സ്ക്ലൂസീവ് ബാൽക്കണിയാണ്. ആ ഒരു സ്പേസ് നമ്മൾ എൻട്രൻസ് ഒക്കെ കറക്റ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്പേസും പറഗോള ജിയുടെ അല്ലേ, അതെ, ട്യൂബിൽ തന്നെ ചെയ്തേക്കുന്നു. ഗ്ലാസ്, ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടേക്കുന്നു. ഇവിടെ ആയാലും ഒരു സ്വിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ അതെ, നല്ല കാറ്റും. പിന്നെ ഇവിടെ ആയാലും നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ, അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഈ റിഫ്ലക്ഷൻ ഭയങ്കരമായിരിക്കും പകൽ അല്ലേ. അതെ, ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് അതൊക്കെ ഒരു ഇവിടെ ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് മാറും. നമ്മൾ മറ്റേ റൂമിന്റെ ഒക്കെ പോലെ തന്നെ ഉള്ളൊരു ലേഔട്ട് ആണ് അല്ലേ. അതെ, സെയിം ലേഔട്ട്. വാക്ക് ആൻഡ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതും താഴെ കണ്ടതിനേക്കാളും അത്യാവശ്യം നല്ല സ്പേഷ്യസ്. ഇപ്പൊ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്ലാസ് ആണ്. ഇത് ഗ്ലാസ് ആണ്. ഷട്ടേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് ഗ്ലാസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു സീത്രൂ വേണമെന്നോ എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഒരു ക്ലീൻ ഫിനിഷ് കിട്ടാനായിട്ട് ശരി കൊടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ എളുപ്പം. താഴത്തെ നമ്മള് പേരന്റ് റൂമിൽ കണ്ട പോലത്തെ തന്നെ സെയിം ഇത് ആക്ച്വലി ഇത് സെയിം ഏരിയ തന്നെയാണ്. അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ സ്പേസ് അങ്ങനെ അതുപോലെ തന്നെ എടുത്ത് അതേ ബാത്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മകന്റെ റൂം. അതെ, ഇത് മകന്റെ റൂമാണ്. ഒരു ഡാർക്ക് തീമാണ്. രണ്ടുപേർക്കും രണ്ട് ടേസ്റ്റ് ആയിരുന്നു. ഒരു ബോയിഷ് ആണ്, മറ്റേത് ഗേളിഷ് ആണെങ്കിൽ ഇത്. നിങ്ങളെ ഈ ഒരു ഗോൾഡൻ പാറ്റേൺ പോലത്തെ ഒരു സംഭവം ഇവിടും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ആ ഒരു അത് പോയിട്ടില്ല. ആ ഒരു ഫീൽ, ആ ഒരു മാത്രമല്ല ആ ബ്ലാക്ക് ഹാങ്ങിങ് ലൈറ്റ് ആയാലും എല്ലാം ആ ഒരു ഫിനിഷിൽ തന്നെ. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബിന്റെ നല്ല മെറ്റീരിയൽ സെലക്ഷനെ നന്നായിട്ടുണ്ട്. അപ്പം ഇത് ലാമിനേറ്റിൽ ചാർക്കോൾ പാനൽ ചെയ്യിച്ചത്. ഓക്കെ, ഇത് അപ്പോൾസ്ട്രി യൂണിറ്റ്. എല്ലാ ബെഡും ഇതുപോലെ തന്നെ സ്റ്റോറേജ് സൗകര്യം ഒക്കെ ഉള്ള രീതിയിൽ തന്നെ ഉള്ള എല്ലാ ബെഡിനും സ്റ്റോറേജ് ഉള്ളതാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു സൈഡ് മുഴുവൻ വിൻഡോ ആണ് അല്ലേ. അതെ, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി സ്പേസ്, പ്രൈവറ്റ് ബാൽക്കണീസ് തന്നെയുള്ളത്. ഡെക്കിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ പാഷ്യോ സ്പേസിലൊക്കെ കണ്ട പോലെ തന്നെ ഫ്ലോർ ടൈൽ പോയിരുന്നു. അതുപോലെ ഇതിന്റെ വാർഡ്രോബ് കുറച്ചും കൂടെ ഒരു പ്രൈവറ്റ് ആയിട്ട് അല്ലേ, കുറച്ചും കൂടെ കയറി ഒരു ഇതാണ്. അതുപോലെ മോളുടെ റൂമിൽ കണ്ട പോലെ തന്നെ ഈ സീ ത്രൂ ഫിനിഷ് ഉള്ള ഗ്ലാസ് ഫിനിഷ് ഉള്ള ഇതാണ് അല്ലെ. ഭിത്തി മുഴുവൻ ഒരു ഗ്രേ കളറിൽ വാൾപേപ്പർ പോലെ. ഈ ടോണും ഈ ബ്ലാക്കും ഒക്കെയാണ് അല്ലേ. ഇത് മൊത്തത്തിൽ നമ്മളൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു തീമിലാണ്. ആ തീമില് ഐ മീൻ വോൾട്ടൈലും ഫ്ലോറിംഗും ഒക്കെ. ഇത് നിങ്ങൾ ആക്ച്വലി ഇത് ബാത്റൂമിന്റെ ഒന്നും അല്ല, നിങ്ങൾ മിക്സ് ചെയ്യുന്നതാണ്. ക്ലയന്റിന്റെ ഒരു ഇൻട്രസ്റ്റ് കൂടെ ചോദിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇതിന്റെ ഇൻഹാബിറ്റൻസ്, അതായത് ഈ റൂം യൂസ് ചെയ്യുന്ന ആളുടെ ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ ചോദിച്ചിട്ടായിരുന്നു. അതുപോലെ ഇത് മാർബിൾ ഫിനിഷ് ഉള്ള ഇതും അതുപോലത്തെ ടൈൽ തന്നെയാണ് അല്ലേ. അതെ, ഇത് ടൈലാണ്, പക്ഷേ 20 mm thick ആയിട്ടുള്ള ടൈലാണ്. ശരി. ഓക്കെ, അപ്പൊ ഈ സൈഡിലാണ് ഇതും നല്ല വിത്ത് സ്റ്റോറേജോട് കൂടി ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ പ്രത്യേകത സ്പേസ് യൂട്ടിലൈസ് ചെയ്തേക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ സ്വിച്ച് ബോർഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് എല്ലാം അത് ജസ്റ്റ് കവർ ചെയ്യാൻ ഗ്രേ ടോണിൽ തന്നെ കൊടുത്തേക്കാം, മാച്ച് ചെയ്യുന്ന രീതിയിൽ. വാൾപേപ്പർ അഡ്വാൻറ്റേജ് നിങ്ങൾ വിചാരിച്ചിട്ടാണോ ഇത് നമ്മളിപ്പം പെയിന്റുമായിട്ട്? ഒത്തിരി എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് ടെക്സ്ചേഴ്സും ഫിനിഷസ് കിട്ടാൻ വാൾപേപ്പറാണ് എളുപ്പം. 3-4 years കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫിനിഷ് ആക്കാനും പറ്റും. ഗസ്റ്റ് ബെഡ്റൂമിൽ മാത്രം നമ്മൾ ഫ്ലോറിങ് ആ സെയിം ലിവിങ്ങിലെ ഇത് തന്നെ കൊടുത്തേക്കുന്നത്. ഒരു ഫുൾ ലെങ്തിലുള്ള ഫുൾ ആയിട്ട് മിറർ ഇതിന്റെ സൈഡിൽ തന്നെ ചെയ്ത് കൊടുത്തു.
പിന്നെ ഒരു വാർഡ്രോബ് മാത്രം നമ്മളിവിടെ വാർഡ്രോബ് വിത്ത് ക്വീൻ സൈസ് ബെഡ് ലാമിനേറ്റ് ആണ് ഫ്ലൂട്ടഡ് ലാമിനേറ്റ്സ് ലാമിനേറ്റ് വിത്ത് ഒരു സോളിഡ് വുഡിന്റെ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ട് വളരെ സട്ടിൽ ഒരു ഗ്രേ ടോണിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും വിൻഡോയും കോപ്സ് ആണ് കൊടുത്തേക്കുന്നത്. മച്ച് സസ്പെൻസ് ഉള്ള ഒരു റൂം അല്ലേ? അതെ. ഈ വീട്ടിലെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതാ ഉപയോഗിക്കുന്ന സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ കുത്തിയിരിക്കും കേട്ടോ. എക്സ്പീരിയൻസ് നല്ല കിഡിലൻ ഹോം തിയേറ്റർ. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ, നല്ല സ്പേസും അതുപോലെ നല്ല ഗ്രാൻഡ് മറ്റേ റോൾസ് റോയ്സിനകത്തൊക്കെ കാണുന്ന പോലത്തെ സീലിംഗിലുള്ള അല്ലേ സ്കൈ സ്റ്റാർ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതും അതുപോലെ അത്യാവശ്യം നല്ല സൈസിലുള്ള സ്ക്രീൻ അല്ലേ? എത്ര സൈസ് വരും? ആക്ച്വലി 6x3 ആണ്. ഒരു നമ്മൾ PVR-ലൊക്കെ ഐ മീൻ അങ്ങനെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററിലൊക്കെ കാണുമ്പോൾ കയറുമ്പം ഏതെങ്കിലും ഒരു തിയേറ്ററെങ്കിലും ഇത്രയും ചില ചെറിയ തിയേറ്റർ ഉണ്ടാവും. ഒരു മിനി തിയേറ്ററിന്റെ ഫീല് തന്നെ ഉണ്ട്. നല്ല സ്പേസസ് ആണ്. ഇപ്പം ഇതും 2 ഫ്ലോറായിട്ട് ഐ മീൻ ഫ്ലോർ ലെവലിലെ വ്യത്യാസം സ്റ്റെപ്പ് ചെയ്തിട്ട് വ്യൂ ക്ലിയർ ആവാൻ വേണ്ടിയാണ്. പിന്നെ 9 സീറ്റ് ഉണ്ടെന്നല്ലേ? അതെ, ഇത് 4 റിക്ലൈനേഴ്സും 5 പുഷ് ബാക്ക് സീറ്റ്സ് ആണ്. ഇത് റിക്ലൈനർ ആണ്? ഇത് റിക്ലൈനേഴ്സ് ആണ്. ഓക്കെ, ഇലക്ട്രിക് റിക്ലൈനർ ആണ്. അതാ കണ്ടില്ലേ എത്ര കംഫർട്ടബിൾ ആയിട്ട് വേണ്ട സുഖിച്ച് കിടക്കുന്നു. എന്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ നോക്കിയേ. ഓൾമോസ്റ്റ് നമ്മൾ ശരിക്കും തിയേറ്ററിൽ ഇരിക്കുന്ന അതേ ഫീല് തന്നെ. ഈ സീറ്റ്സ് നമ്മൾ ജാസൂസ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ് നോർമൽ തിയേറ്റർ സീറ്റ്സ് കേരളത്തിൽ ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് വാങ്ങിച്ചത്. തിയേറ്റർ ചെയ്തത് ഹൈഫൈ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കൊല്ലത്തൊരു കമ്പനിയാണ്. ഓക്കെ, അതിലെ ഇൻഡസ്ട്രിയിൽ പല ഇൻഡസ്ട്രിയിലുള്ള ലീഡേഴ്സിനെ എടുത്ത് പിക്ക് ചെയ്ത് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യിച്ചത്. ഇന്റർവെൽ ആകുമ്പോഴോ അല്ലെങ്കിൽ മൂവി തീരുമ്പം ലൈറ്റിംഗ് മാറുന്നത് പോലെ തന്നെ നമ്മൾ ഇത് ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് മൂവി ഓഫ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ലൈറ്റ്സ് എല്ലാം സ്ലോ ആയിട്ട് ഓണായി ബ്രൈറ്റ് ആയി കറക്റ്റ്. തിയേറ്ററിൽ ഇന്റർമിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അതെ അതേ ഫീൽ തന്നെ നമുക്ക് വലിയ വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സാധനങ്ങളൊന്നും ഇടുക്കി ഇങ്ങനെ വെക്കാതെ നല്ല സ്പേഷ്യസ് ആയിട്ട് കിടക്കുന്ന ഒരു വീട് വേണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് അവർ ചെയ്തു തരുന്നത്. അവരുടെ ഇത് പറയുമെങ്കിലും നമുക്ക് ഇന്നത് ആവശ്യം, ഇപ്പം ഗോൾഡൻ കളർ വേണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എല്ലാം. നമ്മൾ താമസിച്ചിരുന്ന പഴയ വീട് ഇവിടെ അടുത്താണ്, പക്ഷേ നമുക്കൊന്നും നോക്കേണ്ട ഒരു ആവശ്യവും വന്നില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു നല്ല വീടും ഗാർഡനും എല്ലാം ഉള്ള ലോണും ഒക്കെ ഉള്ള വീട് വേണമെന്ന് സ്വപ്നമായിരുന്നു. പക്ഷെ നമുക്ക് വെക്കാൻ പറ്റിയില്ല, വാങ്ങിക്കാനേ പറ്റിയുള്ളൂ. ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പണിത സമയത്തൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം കണ്ടേ വന്നിട്ടുള്ളൂ. അവസാനം പാല് കാച്ചുന്നെന്ന് വന്ന് കണ്ടപ്പം എനിക്കൊരു സ്വപ്നം പോലെ എന്ത് മനോഹരമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും ചെറിയ പ്ലോട്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് വിചാരിച്ച എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും ഉണ്ട്. ഈ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന സ്ഥലം, അപ്പം ഞങ്ങൾക്ക് ഇത്തിരി ഈ വീട് ഇങ്ങനെ നീണ്ടു പോവുമോ, ഫ്രണ്ടിൽ സ്ഥലം ഇല്ലാതെ വരുമോ, ബാക്കിൽ സ്ഥലം ഇല്ലാതെ വരുമോ എന്ന പുറത്ത്, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പക്ഷേ ഡിസൈൻ വന്നപ്പം ഫ്രണ്ടിലും സ്ഥലമുണ്ട്, ബാക്കിലും സ്ഥലമുണ്ട്, അകത്തും സ്ഥലമുണ്ട്, എല്ലാം ഒരു ഡ്രീമുമായിട്ടാണ് വന്നത്. റിക്വയർമെൻറ്റ് ഒരു വീടിൻ്റെ അല്ല, ഒരു സ്വപ്നമായിരുന്നു. അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ശ്രമിക്കുകയായിരുന്നു. സ്ലോപ്പ് റൂഫ് തന്നെ വേണം. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർക്ക് വേണ്ടത് വേണമെന്നും വേണ്ടാത്തത് വേണ്ടെന്നും ക്ലിയർ ആയിട്ട് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നെക്സ്റ്റിന് ചില കളർ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം അത് നമ്മളിപ്പം കാണിക്കുന്ന കളർ ചിലയിടത്ത് ലൈറ്റ് ആവണം, ചിലയിടത്ത് ഡാർക്ക് ആവണം, അതെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് പറയും. ഈ ഡിസൈനിങ്ങിൽ നമുക്കൊട്ടും കൺഫ്യൂസ്ഡ് അല്ലായിരുന്നു. അവരുടെ ഡിസൈൻ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം എല്ലാം സാധിച്ച് ഞങ്ങൾക്ക് ആര് വന്നാലും ഞങ്ങളെ വീടിനെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഞങ്ങൾക്കും സന്തോഷം തന്നെ. ദീപക്കായൻ്റെ പിന്നെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഐഡിയാസ് പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ഐഡിയാസും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നല്ല രീതിയിൽ വീട് വന്നിട്ടുണ്ട്. ഒരു വീട് വെക്കണമെങ്കിൽ ഇപ്പോൾ ലെറ്റസേ 2000 അല്ലെങ്കിൽ 4000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വെക്കണം. ഏത് പ്ലാൻ വെച്ചാലും അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഇംപ്രോപ്പർലി പ്ലാൻഡ് ആയിട്ടുള്ള ആവശ്യത്തിന് ലൈറ്റിങ്ങും വെന്റിലേഷനും എയർ മൂവ്മെൻറ്റും ഒന്നും ഇല്ലാത്തൊരു വീടാണെങ്കിൽ അതേ കോസ്റ്റ് തന്നെ ആവും. പക്ഷേ താമസിക്കുന്ന ആളുകളുടെ ഒരു ലോങ് ടേം, ഈവൻ ഇൻക്ലൂഡിങ് ലൈഫ് സ്പാൻ അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി എല്ലാം ഡിഫറെൻ്റ് ആയി. സൈക്കോളജി ഭയങ്കര ഡിഫറെൻ്റ് ആയി. ഇപ്പോൾ നല്ലൊരു ഓപ്പൺ സ്പേസിൽ അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീട്ടിൽ താമസിക്കുന്നതും അല്ലാത്തൊരു വീട്ടിൽ താമസിക്കുന്നവരും 5 years ഡൗൺ ദ ലൈൻ, 10 years ഡൗൺ ദ ലൈൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളത് ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഗ്രിൽസ് ഇത്ര സ്ട്രോങ് ആയിട്ട് വെച്ചതെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. നമുക്കിപ്പം സെൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് ഗ്രില്ലേഴ്സ് ആയിട്ട് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. പക്ഷേ മനസ്സിലുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്ടറുണ്ട്, ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി. അതുകൂടെ കിട്ടാനാണ് ഇത്ര സോളിഡ് ആയിട്ടുള്ള ഗ്രിൽസ് വെച്ചത്. സൈക്ലിംഗ് ഈവൻസിന് പോകാറുണ്ട്.
അപ്പോൾ അത് ഒഡാക്സ് ക്ലബ് പാരീസ് എന്ന് പറഞ്ഞാൽ പാരീസിലെ ക്ലബിൻ്റെ ആണ് വരുന്നത്. അതിന് ഇന്ത്യയിൽ ഒഡാക്സ് ഇന്ത്യ റെന്റ് ഓണേഴ്സ് എന്ന് പറഞ്ഞുണ്ട്. പിന്നെ കേരളത്തിലെ കൊച്ചിൻ ബൈക്കേഴ്സ് ക്ലബ് ഉണ്ട്, ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ് ഉണ്ട്. അപ്പം നമുക്കൊരു ഒഡാക്സിൽ രജിസ്റ്റർ ചെയ്താൽ ഇന്ത്യയിൽ എവിടെ വേൾഡിൽ എവിടെ വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ SR എന്ന് പറഞ്ഞാൽ 4 കാറ്റഗറിയാണ് വരുന്നത്. 200 കിലോമീറ്റർ, 300, 400, 600. അപ്പോൾ അത് 4 കംപ്ലീറ്റ് ചെയ്താൽ സൂപ്പർ റെന്റ് ഓണർ എന്ന് പറഞ്ഞാൽ അത് ഫ്രഞ്ച് വേർഡാണ്, ടൈറ്റിൽ കിട്ടും. അത് വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആണ്. ഇത് കൂടാതെ LRM ഉണ്ട് 1200 കിലോമീറ്റർ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 27 പാരീസിൽ PBP ഉണ്ട്, പാരീസ് പ്ലസ് പാരീസ്. അത് പങ്കെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് സന്തോഷമില്ലേ മക്കൾ വീട് വെച്ച് കാണുന്നത്, സന്തോഷം. ദൈവാനുഗ്രഹം, എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. ഇങ്ങനെയൊരു വീട് വെക്കാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരു സ്പേസിൽ ഇരിക്കാൻ കഴിഞ്ഞതും ഒരുപാട് പേരുടെ സഹായമുണ്ട്. പിന്നെ ദൈവത്തിന് നന്ദി. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം.